ഹലോ ഹലോ. അതായത് ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഞാൻ എവിടെയാണ്? മലമ്പുഴ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. പാലക്കാട്ടിലത്തെ പ്രശസ്തമായിട്ടുള്ള മലമ്പുഴ അല്ലേ, ഡാമും ഗാർഡനും ഒക്കെ. പക്ഷേ ഇന്ന് ഞാൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോകണില്ല. വെറുതെ പൂക്കളും ഇതും കാണിച്ചു തന്നിട്ട് നിങ്ങൾ ആരും കാണണമെന്നില്ല, അല്ലെങ്കിലും എൻ്റെ വീഡിയോ ഒന്നും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മുഴുവനെ കാണണം കേട്ടോ. അത്രയും ബോറാണോ മുഴുവൻ കാണാതിരിക്കാൻ? എനിക്കറിയില്ല. വ്യൂസ് ഒന്നുമില്ല. വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് വേണമെങ്കിൽ മലമ്പുഴയിലത്തെ യക്ഷിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഉള്ളിൽ പോയിട്ട് കാണിക്കാം. നോക്കട്ടെ ഇതിന് എത്ര വ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് അതാ അവർ ഇന്ന് ഞായറാഴ്ചയാണ്, അത് കാരണം എല്ലാവരും നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. എപ്പോഴും മഴയാണെങ്കിലും എപ്പോഴായാലും ഇത് നല്ല തിരക്കാട്ടോ. ഇപ്പോൾ കുറച്ച് റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടേ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ കാര്യമില്ല, നമ്മളല്ലേ ആൾക്കാർ. അപ്പോൾ ഇന്ന് അതിൻ്റെ പുറത്ത് കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ വഴിയിൽ ശരിക്കും മലമ്പുഴ എന്താണ് ആ ഡാമൊക്കെ ഇങ്ങനെ കാണുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിൽ കൂടെ ആൾക്കാർ അത് കൂടെ പാലത്തിൽ കൂടെ അങ്ങനെ തൂക്കുപാലത്തിൽ കൂടെ അങ്ങനെ പോണതൊക്കെ അങ്ങനെ കാണാനുണ്ട്. തൂക്കുപാലം ഇതൊന്ന് ഗാർഡൻ്റെ ഉള്ളിലുള്ളത്, പിന്നെ ഒന്നും കൂടി ഉണ്ട് ആ ഡാമിൻ്റെ അടുത്ത്, കണ്ടില്ലേ ദൂരത്ത് കാണുന്നത്, അത് കൂടി ഗുഡുഗുഡു പറയും അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ. ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോഴല്ല, കുറച്ചും കൂടി വലുതായപ്പോൾ. അപ്പോൾ ഇതാ കണ്ടോ, ഇത് എന്താണ് റോപ്പ് വേ ഒക്കെ പോണത് നമ്മൾ ഈ പോണ വഴിയിലാട്ടപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ നേരെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കിടക്കണേൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റോക്ക് ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത് റോപ്പ് വേ ഒക്കെ, അപ്പോൾ അതിൻ്റെ വഴിയിൽ നമുക്ക് കാണാം റോപ്പ് വേ വരുന്നതൊക്കെ. നമ്മൾക്ക് കണ്ടില്ലേ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കയറാവുന്നതാണ്. പക്ഷേ ഇന്ന് പങ്കിടല്ല, ഇന്നത്തെ ഉദ്ദേശം പങ്കിടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോക്ക് ഗാർഡൻ എത്തി. ഒരു 1.5 കിലോമീറ്റർ കഷ്ടി ഇവിടുന്ന് ഗാർഡൻ, മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് വരിക റോക്ക് ഗാർഡൻ. ഇത് നേക്ചന്ദ് ഉണ്ടല്ലോ, ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ഉണ്ടാക്കിയ അതേ നേക്ചന്ദ് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എല്ലാ വേസ്റ്റ് സാധനങ്ങളും ഉപയോഗിച്ച്, വേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വേസ്റ്റും പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഗാർഡനാണ് ചണ്ഡീഗഡിൽ കേട്ടോ. അതാണ് ഏറ്റവും വലുത് ചണ്ഡീഗഡിലെ. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് കൊടുക്കാം കേട്ടോ, കാണണം കേട്ടോ, അതിൻ്റെ ലിങ്ക് കൊടുക്കേ. അപ്പോൾ അവിടെ മലമ്പുഴ ബസ് സ്റ്റാൻഡാണ് അത് കാണുന്നത്. പക്ഷേ ആ ബസ് സ്റ്റാൻഡ് വരെ ഒരിക്കലും ബസ് വരാറില്ല, ഗാർഡൻ വരെ വരാറുള്ളൂ. അപ്പോൾ ഈ റോക്ക് ഗാർഡൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എ കെ ആൻ്റണി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ 96-ലാണ്. അപ്പോൾ അന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇവിടെ. എല്ലാവരും ഗാർഡൻ്റെ അവിടെ വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോവേ അല്ലേ. അപ്പോൾ നോക്കി അതിൻ്റെ ഗേറ്റ് കണ്ടോ, അതിൻ്റെ ഗേറ്റ് ഒരു പ്രത്യേക വീപ്പകളെയും കൊണ്ട് കണ്ടില്ലേ, ടാറിൻ്റെ വീപ്പകളെയും കൊണ്ട് മുറിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗേറ്റ്. ഒരു രസമുണ്ട് കാണാൻ. ഇതാരാന്നറിയില്ല, കൈ ഇങ്ങനെ കാണിച്ച് നിൽക്കുന്നുണ്ട്. കൈ ഇങ്ങനെ കാണിച്ചിട്ടാണോ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണോ നിൽക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചണ്ഡീഗഡിലെ അവിടുത്തെ സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റൈലാണ്. ഇതിലത്തെ ഫുള്ള് ശില്പങ്ങളാവട്ടെ എല്ലാം എന്നാ കണ്ടില്ലേ, എല്ലാം ഡാൻസ് കലാരൂപങ്ങളും എല്ലാം കേരളത്തിൻ്റെ കഥകളി രൂപങ്ങൾ, പിന്നെ വള്ളംകളിയുടെ ഇത് അങ്ങനെയൊക്കെയാണ്. പിന്നെ കളരി, അതിൻ്റെ കുറച്ച് അതൊക്കെ ഇതുകൊണ്ട് തന്നെ കേട്ടോ. ഈ ഓരോ ഇലക്ട്രിക്കൽ വേസ്റ്റും കല്ലുകളും പിന്നെ ഓരോ കുപ്പി കഷ്ണങ്ങളും എല്ലാം വെച്ചിട്ടാണ്. അതാണ്ടോ കഥകളി, തെയ്യം എല്ലാം കേരളത്തിൻ്റെ കേട്ടോ, തനതായ അത് വെച്ചിട്ടാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ടൈമിങ് 10 മണി തൊട്ട് 6 മണി വരെയാണ്. അതൊക്കെ ആലോചിച്ചിട്ട്, പക്ഷേ നല്ലൊരു ദിവസമായിരിക്കും ഇവിടെ വന്നാൽ. അപ്പോൾ ഈ 25 രൂപ ഒരാൾക്ക് കേട്ടോ, ഒരു അഡൾട്ടിന് 25 രൂപ, കുട്ടിക്ക് 12 രൂപ, അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് ഉള്ളിൽ കിടക്കാനുള്ളത്. അപ്പോൾ മഴയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ, മഴ വരെ നോക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഇതേ ഒരു കിടങ്ങുമാതിരി ഉണ്ടാക്കിയിട്ട് അതിൽ നിറയെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എത്രയോ സൂക്ഷിച്ചാലും ഇതേണ്ടില്ലേ, കുറച്ചൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും ഒക്കെ ഒന്ന് ഇടാൻ നോക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇതൊക്കെ സെയിം, അത് അയാളാണല്ലോ, നേക്ചന്ദാണല്ലോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിം അതേമാതിരി, വളരെ വലിപ്പ വ്യത്യാസമുണ്ട്. ഇത് കുഞ്ഞാണ്, ചെറിയ, ഇതൊരു റോക്ക് ഗാർഡൻ്റെ കുട്ടി അത് പറയാം നമുക്ക്. അത് വലിയ റോക്ക് ഗാർഡൻ അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണ്. കണ്ടില്ലേ ആ അമ്പലം. ഓക്കെ, ഇപ്പോൾ മഴ അധികം പെയ്തിട്ടില്ലേ, മഴ പെയ്ത് ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെള്ളം ഡാമിൽ തന്നെ വെള്ളമില്ല, കണ്ടില്ലേ, തുറക്കാണ്ടല്ലേ ഡാമിൻ്റെ ഇതുള്ള ഷട്ടറൊക്കെ കണ്ടില്ലേ, ഒന്നുമില്ലാണ്ടേ. അപ്പോൾ എന്താ ഭംഗിയുള്ള അല്ലേ, നല്ല ശില്പങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു ഇതാണ്. ആൾക്കാർക്ക് വന്നാൽ ശാന്തിയോടെ കാണാം.
ഇപ്പൊ കുറച്ച് ഇവര് നീറ്റാക്കി വെക്കുന്നുണ്ടെങ്കിലും വരണവര് മുഴുവൻ വൃത്തികേടാക്കി പോകുന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷെ ഇപ്പം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല സുന്ദരമായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടില്ലേ ഓരോ ഇലക്ട്രിക്കൽ സാധനങ്ങൾ പൊട്ടിയതും ഒക്കെ വെച്ചിട്ട് ഇതന്നെ അവിടെ റോക്ക് ഗാർഡനിലും ചണ്ഡീഗഡിലും ഉള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ മലമ്പുഴ ഗാർഡനും ഈ റോക്ക് ഗാർഡനും ഫാൻറ്റസി പാർക്കും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് വൈകുന്നേരം ആവും കേട്ടോ. അപ്പോൾ ആർക്ക് വേണേൽ ഒന്ന് വന്ന് നോക്കാവുന്നതാണ്. പാലക്കാട് സന്ദർശിക്കുന്നവർ ആരായാലും. ഫാൻറ്റസി പാർക്കും പിന്നെ ഇത് പോരാത്തതിന് കവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവില്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സൗന്ദര്യം പറയേ വേണ്ട. പ്രകൃതി സൗന്ദര്യം മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും. ഇവിടെ വള്ളംകളിയുടെയൊക്കെ കണ്ടില്ലേ, വള്ളംകളിയുടെ ശില്പങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് സ്ഥലം തരണോണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പുറത്തും പുറത്തും ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ട് പറയണത് ശരിയല്ലല്ലോ പറഞ്ഞിട്ടേ. അപ്പം ഇങ്ങനെ ആരുമില്ലാത്ത നല്ല ഗംഭീരമായിട്ടില്ലേ. ശരി, ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇതെവിടെ ഞാൻ നിൽക്കണത് കണ്ടോ? ഇതാണ് മലമ്പുഴയിലത്തെ റോക്ക് ഗാർഡൻ. ഞാൻ ചണ്ഡീഗഡിലത്തെ വലിയ റോക്ക് ഗാർഡൻ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇതിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, കാണണം മുഴുവൻ പോയിട്ട്. അപ്പോൾ ഇതും ഒന്ന് കാണൂ. ഇന്ന് മഴയായിരിക്കും, ഫുൾ മഴയാണെന്നാണ് ഇത് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്, വെതർ റിപ്പോർട്ട്. പക്ഷേ അത് പേടിച്ചിട്ടാണ് വന്ന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നോക്കൂ, പിന്നിൽ കണ്ടോ കാടിൻ്റെയൊക്കെ നടുവിൽ. മലമ്പുഴ ഗാർഡനിൽ നിന്ന് കുറച്ച് മുമ്പിലേക്ക് വരണം. ഞാൻ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ചണ്ഡീഗഡിൽ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ നോക്കിയപ്പോൾ കണ്ടു ഇങ്ങനെ കേരളത്തിലാണ് രണ്ടാമത്തെ റോക്ക് ഗാർഡൻ ഉള്ളത്. ഞാൻ കുറച്ചും കൂടി പറഞ്ഞതാണ്, പക്ഷേ എന്നെ മാത്രമേ കാണാനുള്ളൂ, അതിൽ വർത്തമാനമൊന്നും വന്നില്ല. അപ്പോൾ അത് കാരണം കേട്ടോ ഇതിൽ വെക്കാൻ. അതാണ് പകുതി വെച്ച് കട്ടായിപ്പോയി. അപ്പോൾ ഇതാ പിന്നെയും കുറേ ഉള്ളിൽ കൂടെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, കോളേജ് കുട്ടികളും ഒക്കെയാണ് കേട്ടോ. സൺഡേ ആയിട്ടും ഇവിടെ ഇങ്ങനെ കാണാനുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ടേ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല മലമ്പുഴ ഗാർഡനിലാണെങ്കിൽ നല്ല തിരക്കല്ലേ. ഇവിടെ ആകുമ്പോൾ തിരക്കേയില്ല, ആരും ഇങ്ങോട്ട് വരില്ല. ഒക്കെ ഗാർഡൻ ചുറ്റി കഴിക്കുമ്പോഴേക്ക് തന്നെ കുറേ ടൈം ആവുമേ. അപ്പോൾ പിന്നെ എങ്ങനെ തിരിച്ചു പോകും ആൾക്കാർ, അതാണ് കാര്യം. ഇതാ കണ്ടില്ലേ, ശില്പങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാം ഈ ക്രോക്കറി ഐറ്റംസ് പൊട്ടിയതും ടൈൽസ് പൊട്ടിയതും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് റോക്ക് ഗാർഡൻ്റെ ഒരു ആവശ്യം തന്നെ. ചണ്ഡീഗഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റി ഡിസൈൻ ചെയ്തപ്പോൾ ആ ബാക്കി വന്ന സകല സാധനങ്ങളും എന്നാണ് പറഞ്ഞത്. റോഡ് ഉണ്ടാക്കാനും ഒക്കെ ബാക്കി വന്ന സകല സാധനങ്ങളും കൊണ്ട് അവിടെ ഉണ്ടാക്കിയിരിക്കണം. ഇവിടെ അതെ, കുറേ വേസ്റ്റ് തന്നെ, ഫുൾ വേസ്റ്റ്. അത് ഒരു നല്ലൊരു കാര്യമല്ലേ അല്ലേ. ഇവിടെ ഇത് കേരളമായത് കാരണം വാമനും മഹാബലിയും ഒക്കെ കാണാനുണ്ട്. കണ്ടില്ലേ, എന്താ മറ്റേ വള്ളംകളിയൊക്കെ കണ്ട മാതിരി തന്നെ, കഥകളിയൊക്കെ കണ്ട മാതിരി വാമനും മഹാബലിയും ഒക്കെ കാണാനുണ്ട്. എന്തായാലും മഹാബലിയുടെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. മഹാബലിയുടെ അല്ല, വാമൻ്റെ. മഹാബലി താഴത്തല്ലേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ആ പോയ വഴി കൂടെ തിരിച്ചു വരാൻ പറ്റില്ല, വേറൊരു വഴിയിലേക്കാണ് കേട്ടോ. വേറൊരു വഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഇങ്ങനെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താ അറിയില്ല, ലൈറ്റൊന്നും കാണാനില്ല. മഴ വന്നപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയതാ. അപ്പം മഴ ഇങ്ങനെ ചാറി ചാറി പോകുന്നുണ്ട് ഇടയിൽ കൂടെ കേട്ടോ. ഗംഭീരമായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഒന്നിങ്ങനെ ചാരാ പോവുക, അങ്ങനെയാണ് ഇപ്പോഴത്തെ മഴ. കഥകളുടെ ശില്പം പിന്നെയും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും എല്ലാം പുറത്തേക്ക് എത്തണ്ടേ. അപ്പോഴേക്ക് ഇത് കണ്ടോ, പാട്ട് ഇത് നല്ല ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, വോയിസിൻ്റെ ഇത് സ്പീക്കേഴ്സൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് തുടങ്ങിയത് പാട്ടൊക്കെ തുടങ്ങിയതേ. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. മഴ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. കുറച്ച് സ്ഥലങ്ങൾ മഴ വന്നാൽ ഇതാ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് പോയി നിൽക്കാം നമുക്ക് അങ്ങനെ. അപ്പോൾ കേരളത്തിൻ്റെ ഇതാ കണ്ടില്ലേ, നമുക്ക് എന്ത് ഭംഗിയാണ് വള്ളംകളി മാതിരി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. അപ്പം മഴ മഴ വന്നപ്പോൾ എല്ലാവരും ചാറിൽ. ഇത് നമ്മളുടെ ആനാലേ കേരളത്തിൻ്റെ ഒരു ഇതല്ലേ, നമ്മുടെ KSRTCയിലൊക്കെ കാണുന്ന ഇതല്ലേ ഇത്, അതേ സൈനല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫോട്ടോസ് കണ്ടപ്പോൾ അതിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കേരളത്തിലത്തെ സ്ത്രീകളുടെ വേഷങ്ങളും അങ്ങനെ ഉള്ളത് കേട്ടോ, അവിടുത്തെ മാതിരിയല്ല. അതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യാസമുള്ളത്. 2 or 3 തവണ എപ്പോഴും വരണമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു തവണ കാണാനുള്ള ഒരു ഇതുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് കൈകൊട്ടിക്കളിയുടെ ശില്പങ്ങൾ, കൈകൊട്ടിക്കളുടെ ശില്പങ്ങൾ
അപ്പുറത്ത് ദഫ്മുട്ടാണോ അതോ ഇനി കോൽക്കളിയാണോ ഒരു പിടിയില്ല. അപ്പുറത്തും ഉണ്ട്. പക്ഷെ മുണ്ടും ബനിയനും മാത്രമാണ്, അതുകൊണ്ട് അറിയണില്ല. ഏതായാലും കോൽക്കളിയാണ്, ഏതോ ഒരു കോല് പിടിച്ചിട്ടുള്ള കളിയാണ്. അതൊക്കെ നാടൻ നമ്മുടെ നാട്ടിലത്തെ ആവും കൊണ്ട് അത് പന, അതിൻ്റെ ഉള്ളിൽ പനയുണ്ട് കേട്ടോ. ഉണ്ടായിരുന്ന ചെടി എന്താണ് വലിയ മരങ്ങളൊന്നും കളഞ്ഞിട്ടില്ല അപ്പോഴേക്ക്. പക്ഷേ ഇതുണ്ട്, ഒരു മരം വീണിട്ടേ, മരങ്ങളാണ് ഈ 4 പുറം വലിയ വലിയ മരങ്ങളാകണ്ടോ. അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഈ റോക്ക് ഗാർഡനേ. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ളൂ ഇത്രേ അത് പൊട്ടി വീണിട്ട്. കണ്ടു, വലിയ കമ്പാണേ, അത് പൊട്ടി വീണിട്ട് 2 ശില്പങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അത് കാരണം ആരും പണിക്കാരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതാണ്ടോ പൊട്ടി തെറിച്ചേർക്കണം. അത്രയും കാറ്റും മഴയും വന്നിട്ടുണ്ടാവേ. അപ്പോൾ ഇതാ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതിൽ കൂടെ ചാടി കിടന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ. അതാണ് പുറത്തേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതാ കണ്ടോ, എത്രയായാലും നമ്മൾ നമ്മുടെ ആ ഒരു പതിവ് തെറ്റിക്കരുതല്ലോ. ആൾക്കാർ കണ്ടോ എന്താണ് അവരുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പേരെഴുതിയിട്ട് കുത്തി വരഞ്ഞിട്ടും എന്തൊരു ഭംഗിയിൽ വെക്കാം അല്ലേ. നമ്മൾക്ക് എന്താ അതിൻ്റെ ഒരു ആവശ്യം? ഇതാ രമേശ്, സൗമ്യ, ബിന്ദു, ബീന പറഞ്ഞ മാതിരി സകല ഇതാ പേരുകളും ഇട്ടിട്ടുണ്ട്. വാൽമീകിയുടെ ഇതുണ്ട്, വാൽമീകിയുടെ ഒരു ശില്പം, എല്ലാം വാൽമീകി. പിന്നെ അതൊക്കെ ആരാന്ന് നമുക്ക് മനസ്സിലായി, ജാമ്പവാനാണോ അല്ലേ. എന്തായാലും പുറത്തേക്ക് വന്നു, ഗംഭീര മഴയാണ്, നല്ല മഴ കണ്ടോ. വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ തിരിച്ചു വരികയാണ്. അവിടെ ഉണ്ട് കേരള ലളിതകലാ അക്കാദമീൻ്റെ ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ആർട്ട് ഗാലറിയിലും കൂടി പോകാൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പിടിക്കും. വലിയ വീഡിയോ, കുഞ്ഞു വീഡിയോ ആണെങ്കിലല്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് മലമ്പുഴയുടെ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയും, ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. കാണാല്ലേ പിന്നിലൊക്കെ നല്ല മലകളും ഒക്കെ അല്ലേ. ഗാർഡൻ ആ ഒറ്റത്തൊരു പള്ളിമാതിരി കാണാനുണ്ടല്ലോ അല്ലേ, മിനാരം. അത് മലമ്പുഴയുടെ ഉള്ളിലത്തെയാണ് കേട്ടോ, മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിലത്തെയാണ്. അവിടെ ഡാമുണ്ട്, എൻ്റെ പിന്നിൽ കാണാം, ദൂരത്ത് ഡാം. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കാണാനില്ലേ, നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാനല്ലേ. ശരിക്കും മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഗാർഡൻ മാത്രമല്ല കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പം ഞങ്ങൾ റോക്ക് ഗാർഡനിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇപ്പോൾ നോക്കട്ടെ ഗാർഡനിൽ പോണ്ടേ. മഴയുണ്ട്, മഴയത്ത് ഇങ്ങനെ നിന്നിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒന്നിങ്ങനെ പോയിട്ടുണ്ട് മഴ. ഇപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ മുമ്പിൽ KTDC ഇതുണ്ട്, എന്താണ് ഗസ്റ്റ് ഹൗസാണിത്. റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ബിയർ പാർലറും ഉണ്ട്, ആൾക്കാർക്ക് വേണമെങ്കിൽ എല്ലാം ഉള്ളത് KTDCയുടെയാണ്. അപ്പോൾ അതിൻ്റെ നേരെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അവിടെയാണ് അവിടെ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിൽ നോക്കി കഴിഞ്ഞാൽ ദൂരത്ത് ഇങ്ങനെ മലയുടെ മുകളിലുള്ള മാതിരി തോന്നും നമുക്ക് ഈ KTDCയുടേതേ കണ്ടു കഴിഞ്ഞാൽ. ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ, മുകളിലേക്ക് കയറി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്തിട്ട് കണ്ടിട്ട് പോവാം. കുറേ ഉണ്ട് കാണാൻ. അപ്പം എന്നാൽ ശരി, കാണിച്ചു തരാം. ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, ആനയൊക്കെ ഇറങ്ങും, എപ്പോഴും ആന ഇറങ്ങിയെന്ന് കേൾക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ശരിക്കും കൊടുങ്കാടാണേ. ഇതിലിപ്പോൾ കാണുമ്പോൾ അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും കൊടുങ്കാടാണ് കേട്ടോ. ആവൂ, ഞാൻ ബിയർ പാർലർ അപ്പുറത്തുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, ബിയർ കുപ്പികൾ ഇവിടെ ഉണ്ടെന്ന് കണ്ടിരുന്നില്ല. എത്രയാണ് എൻ്റെ കുപ്പികളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുക. ഇതൊക്കെ നേരെ അവിടെ തന്നെ അതിനുള്ള ഡസ്റ്റ്ബിൻ ഉണ്ടാവും, അതിലിടില്ല. അപ്പോൾ നമ്മളുടെ മോശമായില്ലേ, നമ്മളുടെ സ്വഭാവത്തിൻ്റെ അല്ലേ. അപ്പോൾ ദാ ഇവിടെ ശരിക്കും കൊടുങ്കാടാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ മലമ്പുഴയൊക്കെ അജ്ഞാത ജഡം കണ്ടെത്തി. എന്താ അത്, ജഡം കണ്ടെത്തിയ ഭാഗ്യം, കാരണം അത്ര ഇതാണ് കൊടുങ്കാടാ. അവിടേക്ക് വല്ല മണം കേട്ടിട്ട് തന്നെ പോകേണ്ടി വരും, ആൾക്കാർ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു പ്രശ്നമില്ല. അത് ദൂരത്ത് കണ്ണുണ്ടോ മലകൾ. അപ്പം ഇനി നമുക്ക് ആ വഴി പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അടുത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധോണി മലകളാണ് അത് കാണുന്നത്, ധോണി മല. അത് അവിടുത്തെ ഈ ഒരു പാറപ്പുറത്താണ് അന്ന് ആ ബാബു എന്ന് പറഞ്ഞ ചക്കൻ കയറി ഇരുന്നില്ലേ, ഒരു പ്രാന്തൻ ചക്കൻ. എന്നിട്ട് അവന് വേണ്ടിയിട്ട് എന്താണ് ഒരാവശ്യവും ഇല്ലാണ്ട് ആൾക്കാരെല്ലാവരും കൂടി എന്തുമാത്രം സ്വന്തം ബുദ്ധിയിൽ ആരും അവിടെ കയറില്ല. സ്വന്തം ബുദ്ധി ഇല്ലാണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ കയറൂ എന്നുള്ളത് എല്ലാവർക്കും കേട്ടാൽ അറിയാൻ പറ്റും അല്ലേ. ഇപ്പം നോക്കി അവൻ കാരണം ഇപ്പം ഇന്നാളെ അവൻ്റെ അമ്മയും അനിയനും ഒക്കെ മരിച്ചു അത്രേ. എന്തോ ഒരു കഷ്ടം ഓരോ ആൾക്കാരുടെ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ പേടിയാവുക. അപ്പോൾ ഇതാണ് KTDCയുടെ ഹോട്ടൽ. അത് എല്ലാം ഉണ്ട് അവിടെ, നമുക്ക് താമസിക്കാം. ഇപ്പോൾ ദൂരത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ താമസിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. ഇതല്ലാണ്ട് വേറെയും ഉണ്ട് കേട്ടോ, റിസോർട്ട്സൊക്കെ ഉണ്ട്, വേറെ നിറയെ ഉണ്ട്. അപ്പോൾ ആ മലകളുടെ അടുത്തേക്ക് പോകാം ഇനി കേട്ടോ. അങ്ങോട്ടാണ് പോണത്. എന്തായാലും ഇന്ന് ഗാർഡൻ്റെ ഉള്ളിലേക്കല്ല, ഡാമിൻ്റെ മുകളിലേക്കും അല്ല, ഇന്ന് പുറത്തു കൂടെയുള്ള പരിപാടിയാണ്. അങ്ങോട്ടല്ലേ അധികം ആൾക്കാർ പോവാത്ത. അപ്പോൾ അവിടെ കാണിക്കാം അല്ലേ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ
മലമ്പുഴയുടെ ചുറ്റുപാടുകൾ. അവിടെ ഇതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ റോപ്പ് വേ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഇത് ദൂരത്ത് ഇങ്ങനെ കാണും. ഇത് ഈ KTDC ഈ ഹോട്ടൽ. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് വന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ട ഇവിടെ ഈ രാജമല്ലി പൂക്കൾ ഇഷ്ടംമാതിരി കളേഴ്സിൽ പിങ്ക് ഉണ്ട്, നല്ല കടും ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു ക്രീം കളർ ലൈറ്റ് യെല്ലോ കളറ് അതുണ്ട്. അതിൻ്റെയൊക്കെ താഴെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ ഒരു 2-3 എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ അവിടെ കനാലിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ മരം ആവണതല്ല, പക്ഷേ എന്നാലും വലിയ കുറ്റി ആയിട്ടുള്ളത് ആവണതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാറ പ്രദേശമാണതേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഇനി കേട്ടോ. എവിടേക്കാണ് പോകണതറിയോ? ഇനി ഞങ്ങൾ നേരെ മലമ്പുഴയുടെ മുമ്പ് കൂടെ, ഇതിപ്പോൾ നമ്മൾ നേരെ മലമ്പുഴയ്ക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരണം. നമ്മൾ ഈ റോക്ക് ഗാർഡനിലേക്ക് മലമ്പുഴയുടെ ഗേറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, റോപ്പ് വേ ഒക്കെ കിടക്കുന്നതിന് മുമ്പേ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാലാണ് ഈ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെള്ളം ഇവിടെയൊക്കെ ഉണ്ട്, ഈ മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിരുന്നു. ഈ മുകളിലിരുന്ന വെള്ളം താഴത്തുണ്ടാവും നമ്മുടെ നേരെ. ഇപ്പം അങ്ങനെയല്ല, നിറയെ മൈതാനം മാതിരി സ്ഥലം ഇങ്ങനെ കിടക്കുന്ന അത്ര ചൂടായിരുന്നു ഇവിടെ എന്നുള്ളതിൻ്റെ തെളിവാണ്. കാഞ്ഞിരപ്പുഴ ഡാം കാണിച്ചപ്പോൾ കണ്ടില്ലേ. അപ്പം ഇനി ശരി, ഞാൻ ഒന്ന് ഇതും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാറയുടെ അടിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ ആ വണ്ടിയും കൊണ്ട് തന്നെ പോയിട്ടുണ്ട് അവിടെ. എവിടെയാ മൈതാനം മാറ്റ സ്ഥലത്തെ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോവാം. പക്ഷേ ആ ഗ്രൗണ്ടൊന്നും ശരിക്കും ഗ്രൗണ്ടല്ല കേട്ടോ, വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പം ഞാനീ പോയ ഈ പാറ ഇതൊക്കെ മാത്രമേ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് മതി. ഫാൻറ്റസി പാർക്കും അതൊക്കെ വേണമെങ്കിൽ പിന്നീട് കാണിക്കാം. ആരെങ്കിലും പറയട്ടെ കാണിക്കണം എന്നല്ലേ. ശരി കേട്ടോ. ഈ പാലവും പുഴയൊക്കെ ഞാൻ മുമ്പ് മുക്കൈ ക്ഷേത്രം കാണിച്ചിട്ടുണ്ടല്ലേ. മുക്കൈ അതൊന്ന് കാണണം കേട്ടോ. ഉണ്ട്, അതും ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ. അപ്പം എന്നാൽ ശരി കേട്ടോ. ടാറ്റാ.